ഇന്നത്തെ ശുഭചിന്തയിലേക്ക് എവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. കഠിനാധ്വാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യവും ചെയ്തു തീർക്കുവാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. എപ്പോഴും സംശയമാണ്. പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കും, എന്നാൽ പകുതി വഴി എത്തുമ്പോഴേക്കും അത് നിലയ്ക്കും. തനിക്കൊന്നും പൂർത്തിയാക്കാനുള്ള കഴിവില്ലെന്ന് അയാൾ പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിച്ചു. അയാൾക്ക് തന്നോട് തന്നെ വെറുപ്പായി. അങ്ങനെ നിരാശനായി കഴിഞ്ഞിരുന്ന അയാളെ കൂട്ടുകാർ നിർബന്ധിച്ച് ഒരു സന്യാസിയുടെ അടുക്കൽ പറഞ്ഞയച്ചു. അയാൾ സന്യാസിയോട് തൻ്റെ ബലഹീനതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞു. സന്യാസിക്ക് കാര്യം പിടികിട്ടി. സന്യാസി പറഞ്ഞു, വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ അതിനൊരു പരിഹാരമുണ്ട്. ഒരു മന്ത്രം എഴുതിയ തകിട് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിനക്ക് തരാം. എപ്പോഴും ഇത് കൈവശമുണ്ടായിരിക്കണം. ഇത് കയ്യിലിരുന്നാൽ നിനക്ക് എന്തും ചെയ്യാനുള്ള കരുത്ത് കിട്ടും. ധൈര്യമായിട്ട് പോയി നിൻ്റെ പദ്ധതികളൊക്കെ പൂർത്തിയാക്കിക്കൊള്ളുക. പക്ഷേ ഈ തകിട് എപ്പോഴും കൈവശം വയ്ക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിനക്ക് എന്ത് സാധിക്കുമെന്ന് പറഞ്ഞു. തകിട് കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ അയാൾക്ക് ധൈര്യമായി. പിന്നീട് ഒരു കാര്യത്തിനും അയാൾക്ക് പിന്നോട്ട് പോയില്ല. അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിച്ചു. 1 വർഷം പിന്നിട്ടപ്പോൾ അയാൾ തനിക്ക് തകിട് തന്ന സന്യാസിയെ ഒന്ന് കണ്ട് നന്ദി പറയാമെന്ന് ചിന്തിച്ചു. സന്യാസിക്ക് സമ്മാനങ്ങളൊക്കെ അയാൾ ചെന്നു. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഒക്കെ വിവരിച്ചു. തകിടിൻ്റെ അത്ഭുത സിദ്ധിക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ സന്യാസി അയാളുടെ കയ്യിൽ നിന്ന് തകിട് വാങ്ങിച്ചിട്ട് അത് തുറന്നു കാണിച്ചു. നോക്കൂ, ഞാനിതിൽ ഒരു മന്ത്രവും എഴുതിയിട്ടില്ല. വെറും തകിട് മാത്രമായത്. നീ നിന്നിൽ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ ഉള്ള ഈ മാറ്റത്തിന് കാരണമെന്ന് പറഞ്ഞു. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം. നിനക്കിപ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞു. ധൈര്യമായി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അയാളെ തകിട് തിരികെ കൊടുത്തിട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. എന്താണ് ഈ ചെറിയ കഥ നമുക്ക് തരുന്ന സന്ദേശം? ആത്മവിശ്വാസത്തെക്കാൾ വലിയ ഒരു വിശ്വാസവുമില്ല. എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അവനവൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തുവാൻ സഹായിക്കുന്നു. താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാളും അത് പൂർത്തിയാക്കുകയില്ല. ഫലം കാണും വരെ പ്രയത്നിക്കാനുള്ള തീരുമാനമാണ് ഏറ്റവും പ്രധാനം. പദ്ധതിയിട്ട് പ്രവൃത്തി എത്ര പ്രതിസന്ധി നിറഞ്ഞാണെങ്കിലും അതിൻ്റെ വിളവെടുപ്പ് സ്വപ്നം കാണുന്ന ആൾക്ക് ഓരോ പ്രശ്നവും ആവേശജനകമാണ്. ഇംഗ്ലീഷ് എഴുത്തുകാരനായ റിച്ചർഡ് ഷെറിഡൻ പറയുന്നു, വിജയിക്കണമെന്ന് നിശ്ചയിക്കുക, അതാണ് പരാജയപ്പെടാതിരിക്കാനുള്ള ഏക മാർഗമെന്ന്. ഇതല്ലേ വാസ്തവം? നാം വലിയ കാര്യങ്ങൾ നേടാൻ ജനിച്ചവരാണെന്ന് സ്വയം വിശ്വസിക്കണം. അതിനായി പ്രവർത്തിക്കുക. അപ്പോൾ വിജയം നമ്മുടേതാകും. നമുക്കും ദൈവത്തിൻ്റെ അജയ്യമായ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും ഭംഗിയായി നിറവേറ്റാനും അങ്ങനെ ഒരു ജയജീവിതം നയിക്കുവാനും ഇടയാകട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.